ആ സൗണ്ട് കറക്റ്റ് വരുന്നുണ്ടോ? എന്റെ മാത്രം കേട്ടോ മേലേക്ക് കയറട്ടെ. കറക്റ്റ് ഇപ്പൊ അധികം കയറ്റണ്ട ഈ ഇത് മാത്രം കത്തിയാൽ മതി. ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിക്കുക ഇതൊന്നും മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ ആൾക്കാർ കിട്ടും. അങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ കൊടുക്കുന്നു മേലേക്ക്. ഓക്കെ സോറി. അപ്പുറത്ത് കഴിഞ്ഞു വെച്ചോ. അത് കറക്റ്റ് സെൻറ്റർ വെച്ചോ. ആ ഒന്ന് കാണിച്ചോളൂ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടുക. അയ്യോ പക്ഷെ വല്ലാണ്ട് കയറും വേണ്ട. ഞാൻ മുടി കൂടുതലുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. മനസ്സിലായി? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇത് അടിഭാഗം കട്ട് ചെയ്ത് മേൽഭാഗം കറക്റ്റ് ആവും. ഇങ്ങനെ പോകാനേ പാടുള്ളൂ. ആ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം പോകും. ഇങ്ങനെ പൊക്കിയിൽ ഇങ്ങനെ വിടുന്നു. അതായത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പം ഈ സൈഡ് പോവില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ പോകുള്ളൂ. എന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതും പോവും ഇതും പോവും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി കയറേണ്ടി വരും. സൈഡ് ഒരു ഏറെക്കുറെ എൻ്റെ മൈൻഡില്ലേ ഇനി കയറരുതിട്ട് അവിടെ ഫ്രണ്ട് ഇനി കയറരുത്. ഇത് പൊക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ ഇതിങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞ ഇതാ ചെറിയ ചെറിയ ഷെയ്ഡ് ആണെങ്കിൽ അത് കറക്റ്റ് ഇതൊന്നും ചെയ്യണ്ട. പൊങ്ങട്ടെ മടങ്ങട്ടെ. ആ ചീർപ്പിട്ടു മേലത് ഇവിടെ മിസ്റ്റേക്ക് ട്രബിൾ അങ്ങനെ. അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. ആ പൊന്തിക്കണം മാത്രം കേട്ടോ.
കട കൊടുക്കാൻ ഹോട്ടലില്ല കേട്ടാ. ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താ സംഗതി എന്നറിയും, ഈ സാധനം ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. ഇതിൽ കൊടുക്കണത് ഇത് മാത്രം എടുക്കുക, ഇങ്ങനെ കേൾക്കണ്ട, ഈ സാധനമൊക്കെ എടുക്കുക. അങ്ങനെ മുറിച്ച് കേക്ക് മുറിച്ച സ്റ്റെപ്പാവും. നിർത്തിയേ ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പാവും. കൂടുതലുള്ള ഇങ്ങനെ പോയാൽ മതി. ഇതിപ്പോൾ ഇവിടെ വെട്ടി മുറിച്ച കാരണമാണ് പതിച്ച് അങ്ങനൊക്കെ വെട്ടി പിന്നെ ആവും, സ്പീഡാവും. ഇടണ്ട, ഇങ്ങനെ കോരിക്കും, ഇങ്ങനെ കോരിയ കിട്ടൂലേ. ഇത് ഇങ്ങനെ ഇട്ട് കണ്ട, ഇങ്ങനെ ഇട്ട് നിന്നോടെ തന്നെ വെട്ടും ചെയ്യരുത്. ഇനിയിപ്പോൾ ഈ വെട്ടിയില്ലേ, ഈ ചീർപ്പായിട്ട് താഴത്തേക്ക് ചെയ്യുക. എന്നിട്ട് എവിടെ ട്രബിള് നോക്ക്. പൊക്കിറ ചീർപ്പ്. ആ വെട്ടിയോട് തന്നെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണ്ട, അവിടെ കുഴിയാക്കാനല്ല എന്നോട് പറഞ്ഞേ. അത് തന്നെ പറഞ്ഞേ, ഏത് ഞാൻ പണിയെടുക്കാൻ വയ്യ. എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞിട്ട് കേട്ട് ഈ സാധനം എടുക്കുക. ഇവിടെ നമുക്ക് ട്രബിള് തോന്നില്ലേ, ഇവിടുന്ന് തന്നെ വെട്ടിപ്പോയിരുന്നു. ഇതൊക്കെ ഇത്രയോട് പണിക്കണം. മുടി അവിടെ ഉണ്ടാ, മുടി ഉള്ളോട്ട് കൂടെ ഉണ്ട്. ഈ സാധനം ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിച്ച് പോവുക. എന്നാലും നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കൈ ഇങ്ങനെ വരണം. കണ്ടോ, ഇവിടെയൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ പീസ് കുടുങ്ങും, ശ്രദ്ധിക്കണം. അപ്പുറത്തെ സൈഡിൽ നിന്ന് വെട്ടുമ്പോൾ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ നീങ്ങുന്ന ഓൻ്റെ അവിടെ കടിച്ചൊന്നുമില്ല. ഓൻ്റെ അടുത്ത് കയ്യെഴുതി കിട്ടില്ല. അങ്ങനെ വരണല്ലോ പോയി. അതന്നെ അവിടെ സ്മൂത്താക്കാ. തമാശയില്ല, അങ്ങനെ കുത്തല്ലേ, സ്മൂത്ത് സാധനങ്ങളാണൊക്കെ ചെവി എന്നൊക്കെ പറഞ്ഞാൽ. ചെവി വന്ന് പീസ് പോയി കഴിഞ്ഞാൽ അറിയില്ല. സാധാരണ പാമ്പിൽ ഇന്നാളെടുത്തന്നെ ചെവി വെട്ടി പോലെ. ഇവിടെ മുടി വിചാരിച്ച് വെട്ടാതിരിക്കണ്ട, നമുക്ക് കറക്റ്റ് ലൈനിൽ കിട്ടും. എൻ്റെ വിരലിൽ ഇതേപോലെ പൊന്ന അടിപൊളി. നീ ഏത് വിരലെടുത്ത് അതല്ല ആ ചീർപ്പ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടല്ലല്ലോ പോകണ്ടേ. ഞാൻ എത്തുമ്പോൾ കത്രിക കറക്റ്റ് കത്രിക ചോട്ടാനല്ലോ ഇട്ടേ. അതന്നെ കറക്റ്റ് ഇങ്ങോട്ട്
തലപ്പ് അടിച്ചാൽ മതി കയറ്റാതെ തലപ്പത്ത് വെച്ച് അടിച്ചാൽ മതി മുടി നിൽക്കുന്നത് നിന്നാ മതി കണ്ടാ ഇങ്ങനെ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെട്ടാം. കത്രിക എത്രത്തോളം കൊണ്ടുപോകാൻ മോനെ ഇങ്ങനെ വെട്ടുക. എന്നിട്ട് എന്ത് അതല്ല ഈ കത്രിക ഇങ്ങനെ വെച്ചാൽ മതി. കത്രിക വെക്കണല്ല ഈ കത്രികയുടെ സാധനം എത്രത്തോളം പൊങ്ങിടും പിടുത്തത്തിലെ വെട്ടുന്ന മോനയുടെ വലിപ്പം കൂടി നോക്കണം. കൈ ഇവിടെ വെച്ച് നിൽക്കണ്ട, അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഈ വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കറക്റ്റ് കിട്ടുകയെ. നോക്കാ സാധനം എത്രത്തോളം ചെറിയൊരു പൊങ്ങിച്ചുള്ളതാണ്. ഇത് മതി. പറ്റിച്ചാൽ വലുതാകുമ്പോ എന്താ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ചിലപ്പോ ഇതിങ്ങനെ വലുതാവുമ്പോ ചെവിയുടെ മേലെ വെച്ച് കട്ടാവും. ഇത്ര പൊന്തുമ്പോ എവിടുന്ന ചന്റെ ലെവല് പോലെ ഇട്ടോ വളയല്ല കേട്ടോ. അത് അന്റെ കത്രിക പോണ വളഞ്ഞിട്ട് പോണ കറക്റ്റ് ഇങ്ങനെ പോണെങ്കിൽ ഇങ്ങനെ തന്നെ പോകണം. ഞാൻ വിട്ട് പ്രതിസന്ധി ഇത് മുട്ടിച്ചിട്ട് അവിടുന്ന് മുട്ടിക്കേ. അങ്ങനെ മുട്ടിക്കേ. ഓക്കെ, ഇതിലേക്ക് വരണം. ഇങ്ങനെ വരണം, ഇങ്ങനെ വരരുത്. അങ്ങോട്ട് വരലല്ലോ വെട്ടാൻ വന്നേ. എൻ്റെ ബോഡി ഒന്ന് ഇളകിക്കോട്ടെ. മാക്സിമം വേദന ഇല്ലാണ്ട് ചെയ്യാം. അങ്ങനെ തോന്നിയിട്ടില്ല. മനസ്സോറൊക്കെ വേദന ആക്കില്ല. മനസ്സോറിന് പുറത്ത് നിട്ടോ. അത് ട്രിമ്മർ മാറ്റി തിരിച്ചു പിടിക്കും. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ വരച്ചില്ല.